എല്ലാവർക്കും നമസ്കാരം. പാലക്കാട് കൽപ്പാത്തി അഗ്രഹാരവും അവിടെ ഞങ്ങൾ കണ്ട കുറേ കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോ. ഞാനും ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് ലീവിൽ വന്ന രാജുബായുമാണ് കൽപ്പാത്തിയിലേക്ക് വന്നത്. ഞങ്ങളങ്ങനെ ബൈക്ക് ഒരു സൈഡാക്കി വെച്ച് അഗ്രഹാര വീഥികളിലൂടെ നടക്കാൻ തുടങ്ങി. കൽപ്പാത്തിയുടെ ചരിത്രം പറയാതെ എങ്ങനെ തുടങ്ങും? ഏകദേശം 600 വർഷം പഴക്കമുള്ള ചരിത്രമുണ്ട് കൽപ്പാത്തിക്ക്. തമിഴ്നാട്ടിൽ നിന്നും പാലക്കാട്ടേക്ക് വന്ന ബ്രാഹ്മണരാണ് ഇവിടെ അഗ്രഹാരങ്ങൾ സ്ഥാപിച്ചത്. പഴയ കൽപ്പാത്തി, പുതിയ കൽപ്പാത്തി, ചാത്തപുരം, ഗോവിന്ദരാജപുരം, മന്തക്കര എന്നിങ്ങനെ 5 പ്രധാന ഗ്രാമങ്ങൾ ചേർന്നതാണ് കൽപ്പാത്തി. ക്ഷേത്രത്തിന് അഭിമുഖമായിട്ട് തെരുവുകൾക്ക് ഇരുവശവും ഒരുപോലെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഞങ്ങൾ ആദ്യം തന്നെ പോയത് അവിടെ വെച്ചിരിക്കുന്ന രഥങ്ങൾ കാണാനാണ്. ഇവിടുത്തെ രഥോത്സവം ലോക പ്രശസ്തമാണല്ലോ. ഇവിടുത്തെ അമ്പലങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും പൂ വിൽക്കാൻ വെക്കാറുണ്ട്. അത് തന്നെ മനസ്സിനൊരു പോസിറ്റീവ് വൈബാണ്. അങ്ങനെ അവിടുത്തെ ആ കാഴ്ചകളെ കണ്ട് നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ ലോട്ടറി ആയിട്ട് വന്നു. ഒരു ശരാശരി മലയാളി ലോട്ടറിയുടെ കഥ എങ്ങനെ തിരിച്ചു പോകും? ഇന്നത്തെ 3 മണിക്ക് ഈ ലോട്ടറിയുടെ റിസൾട്ട് വരുന്നവരെ എനിക്കും കുറേ സ്വപ്നങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ ലോട്ടറി എടുത്തിട്ട് നേരെ പോയത് അവിടെ കണ്ട ഒരു ഹോട്ടലിലേക്കാണ്. നമ്മുടെ രാജുബായ് ഒരു വെറൈറ്റിക്കായിട്ട് പൊങ്കലും വടയും ഓർഡർ ചെയ്തു. ഒരു തമിഴ് വിഭവമാണല്ലോ പൊങ്കൽ. പൊങ്കലിൻ്റെ കൂടെ ചട്നിയും സാമ്പാറും പിന്നെ ചമ്മന്തിയും. എനിക്കധികം വെറൈറ്റിയൊന്നും ഇഷ്ടമല്ല. ഞാൻ ഓർഡർ ചെയ്ത് ഒരു നെയ് റോസ്റ്റാണ്. കൽപ്പാത്തിയിൽ വന്നു കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ഫുഡൊക്കെ നല്ല ടേസ്റ്റിൽ കഴിക്കാം. അവിടെ വെച്ചിരിക്കുന്ന മൈസൂർ പാക്ക് എന്നെ വല്ലാതെ ആകർഷിച്ചെങ്കിലും ഷുഗർ കട്ടായതുകൊണ്ട് കഴിച്ചില്ല. കൽപ്പാത്തിയിലെ പ്രധാന ആകർഷണം ഇവിടെ അരിപ്പൊടി കൊണ്ട് കോലം ഇടാറുണ്ട്. ഈ കോലമാണ് ഇവിടുത്തെ ഒരു പ്രത്യേക വൈബ്. ഇവിടെ നല്ല അച്ചാറുകളും ചമ്മന്തിപ്പൊടിയും ഇഡ്ഡലിപ്പൊടിയൊക്കെ കിട്ടും. ഞാനൊരു ഇഡ്ഡലിപ്പൊടി എടുത്തു. നമ്മുടെ രാജുബായി ഒരു മാലഡു ഇവിടുത്തെ ഒരു പ്രത്യേക വിഭവമാണ്. ഇവിടെ എല്ലാ കടകളിലും അത് കിട്ടും. ഫിൽറ്റർ കോഫി കഴിക്കാതെ എങ്ങനെ കൽപ്പാത്തിയിൽ നിന്ന് പോരും? അങ്ങനെ ഞങ്ങൾ 2 ഫിൽറ്റർ കോഫി ഓർഡർ ചെയ്തു. ലീവൊക്കെ കഴിഞ്ഞ് ഇനി തിരിച്ച് ഗൾഫിൽ പോയാലും ഓർമ്മിക്കാൻ ഇതുപോലുള്ള കുറേ ഓർമ്മ. കൽപ്പാത്തിയോടൊരു ബായ് പറഞ്ഞ് ഞങ്ങൾ വീട് ലക്ഷ്യമാക്കി തിരിച്ചു.